അസ്സലാമു വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അങ്ങനെ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. കുറേ കാലമായി, കുറേ ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി നമ്മളൊക്കെ കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്ത, ലോകം മുഴുവൻ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത. ഗസയിൽ ഹമാസും ഇസ്രയേലും വെടിനിർത്തലിന് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായി എന്നുള്ള വാർത്ത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ കണ്ടിരുന്നു. ഹമാസും ഇസ്രയേലും വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു എന്ന് ഖത്തർ അമീർ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിച്ചറിയിച്ചത് വളരെയേറെ സന്തോഷത്തോടു കൂടെയായിരുന്നു നമ്മളൊക്കെ കേട്ടത്. ലോകം മുഴുവൻ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ആ ഒരു വാർത്ത കേട്ടത്. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ചർച്ചകളിലൂടെ തയ്യാറാക്കിയിട്ടുള്ള വെടിനിർത്തൽ കരാറിനെ ഹമാസും ഇസ്രയേലും അംഗീകരിച്ചു. ഞായറാഴ്ച മുതൽ ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നുള്ള വാർത്ത. പക്ഷേ ആ ഒരു വാർത്തയ്ക്ക് ശേഷം അല്പം കഴിഞ്ഞപ്പോഴാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് ഈ കരാറിലെ ചില വ്യവസ്ഥകളിൽ നിന്നും പിൻവാങ്ങുന്നു, അതുകൊണ്ട് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരുന്നതും ഗസയിൽ വളരെ ക്രൂരമായി വീണ്ടും ആക്രമണം നടത്തുന്നത്, അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തി 100-ലധികം ആളുകളെ, ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ഒരു നാടകമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ഒക്ടോബർ 8-നാണല്ലോ ഗസയിൽ ഇസ്രയേൽ യുദ്ധം എന്ന പേരിൽ ക്രൂരതകൾ നടത്തുന്നത്. അതിനുള്ള കാരണം തന്നെ ഇസ്രയേലിൻ്റെ നാണക്കേട് മറച്ചു വെക്കാനാണ്. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ മിന്നലാക്രമണം. കുറേ കാലമായില്ലേ ഈ ഗസയിലെ ഫലസ്തീനിലെ ജനങ്ങൾ സഹിക്കുന്നു. പതിറ്റാണ്ടുകളായി ഇസ്രായേൽ നിരന്തരം അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, പലരെയും, ചെറിയ കുട്ടികളെ വരെ അകാരണമായി അടക്കുന്നു. ലോകത്ത് ചെറിയ കുട്ടികളെ വരെ ജയിലിലാക്കിയിട്ടുള്ള ഏക രാജ്യമാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്. അതൊക്കെ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളാണ്. ഏതായാലും കുറേ കാലം അവർ സഹിച്ചു, ക്ഷമിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിലേക്ക് ഒരു മിന്നലാക്രമണം നടത്തുന്നത്. ആ ഒരു മിന്നലാക്രമണം നടത്തിയതിന് നല്ലതാണ് എന്നോ, അങ്ങനെ ഹമാസ് കൊലപ്പെടുത്തിയത് നല്ല കാര്യമാണ് എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നു. മറിച്ച് അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമായിരുന്നു. കാരണം ലോകത്തിൻ്റെ ഏത് കോണിലെ എന്ത് രഹസ്യവും അറിയാൻ കഴിയുന്നവരാണ് തങ്ങളെന്നായിരുന്നു ഇസ്രയേലിൻ്റെ വാദം. ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയാണ് എന്നാണ് അവരുടെ അവകാശവാദം. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഏത് രാജ്യത്തിൻ്റെ രഹസ്യങ്ങളും ഞങ്ങൾക്കറിയാമെന്ന് അവകാശപ്പെട്ടിരുന്ന ഇസ്രയേലാണ് അവരുടെ മൂക്കിൻ്റെ തുമ്പത്ത് പതിറ്റാണ്ടുകളായി അവരുടെ ഉപരോധത്തിൽ കഴിയുന്ന ഗസ എന്ന് പറയുന്ന ചെറിയ പ്രദേശം. ഇസ്രയേലിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. അങ്ങോട്ട് ഒരാൾക്ക് കടക്കണമെങ്കിൽ തന്നെ ഇസ്രയേലിൻ്റെ പെർമിഷൻ വേണം. ഗസക്കകത്തേക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടുപോകാൻ പോലും ഇസ്രയേലിൻ്റെ പെർമിഷൻ ഇല്ല. ഈ ഫലസ്തീനിനകത്ത് അല്ലെങ്കിൽ ഗസക്കകത്ത് ഒരു ബിൽഡിംഗ് നിർമ്മിക്കണമെങ്കിൽ തന്നെ അതിന് ഇസ്രയേലിൻ്റെ അനുമതി വേണം. അങ്ങനെയുള്ള എല്ലാ നിലക്കും ഇസ്രയേലിൻ്റെ ഉപരോധത്തിൽ കഴിയുന്ന ആ ഒരു രാജ്യത്തിനകത്ത്, ആ ഒരു രാജ്യമെന്ന് പറയാൻ പറ്റില്ല, ഒരു സ്വതന്ത്ര രാജ്യമല്ല, ആ ഒരു പ്രദേശത്തിനകത്ത് നിന്ന് അവിടെയുള്ള പോരാളികൾ ഈ മൊസാദിൻ്റെ കണ്ണ് വെട്ടിച്ച്, ഇസ്രയേലിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണ് വെട്ടിച്ച് ഒക്ടോബർ 7-ന് ഒരു ആക്രമണം നടത്തി എന്നുള്ളത് തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. ആ ഒരു നാണക്കേട് തീർക്കാൻ വേണ്ടിയാണ് യുദ്ധം എന്ന പേരിൽ ഒക്ടോബർ 8-ന് ഗസയിലേക്ക് ഇസ്രയേൽ ഇരച്ചു കയറി ആക്രമണം നടത്തുന്നത്. 24 മണിക്കൂർ കൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കി, ഹമാസിൻ്റെ ടണലുകൾ മുഴുവൻ നശിപ്പിച്ച് ഞങ്ങൾ ബന്ദികളുമായി തിരിച്ചു വരും, അതും 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രയേൽ ക്രൂരതകൾ നടത്തുന്നത്. എന്നിട്ട് 24 മണിക്കൂർ പോയി, 24 ദിവസം പോയി, ആഴ്ചകൾ പോയി, മാസങ്ങൾ കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, ഏകദേശം 1.5 വർഷത്തോളമായി. ഇപ്പോഴും ഇസ്രയേലിന് ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ യാഥാർത്ഥ്യമാണ്. ഹമാസിൻ്റെ ടണലുകൾ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഗസ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പ്രദേശം, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തൊരു ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രയേലിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ആ ഒരു ചെറിയ പ്രദേശത്തിനകത്ത് ഹമാസ് ഒളിപ്പിച്ചിട്ടുള്ള, ഈ ഇസ്രയേലിൽ നിന്ന് ഹമാസ് കൊണ്ടുവന്നിട്ടുള്ള ബന്ദികളെ പോലും കണ്ടെത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഭൂലോക പരാജയമാണ്. കാരണം ഇസ്രയേൽ എവിടെ കിടക്കുന്നു, ഈ ഹമാസ്, ഈ ഗസ എവിടെ കിടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഇസ്രയേൽ എന്ന് വെച്ചാൽ
അമേരിക്കയുടെ, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ, സാമ്പത്തിക ശക്തിയായ, ലോകത്തിലെ എല്ലാ യുദ്ധ സംവിധാനങ്ങളുടെയും ഒക്കെ കേന്ദ്രമായ അമേരിക്കയുടെ പിന്തുണയുണ്ട്. ബ്രിട്ടൻ്റെ, ഫ്രാൻസിൻ്റെ, ജർമ്മനി അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ, വമ്പൻ രാജ്യങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണ, അവരുടെയൊക്കെ ആയുധങ്ങൾ, അതിനൊക്കെ പുറമെ ഗസയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ, സൗദിയുടെ, UAE അങ്ങനെ തുടങ്ങി ജോർദാൻ്റെ, ഈജിപ്തിൻ്റെ, ഇവരുടെയൊക്കെ പല നിരക്കുമുള്ള സഹായം ഈ ഇസ്രയേലിന് ലഭിക്കുന്നുണ്ട് ഈ ഗസയെ ആക്രമിക്കാൻ. അതൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ. എന്നിട്ടും ഇത്രയും കാലം അവിടെ ക്രൂരമായ ആക്രമണം നടത്തി. അവിടെയുള്ള 19,000-ഓളം നിരപരാധികളെ ക്രൂരമായി കൊലപ്പെടുത്തി. അതിൽ തന്നെ അധികവും കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ്. ആ നാട് ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി. ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പട്ടിണിക്കിട്ടു. ഇത്രയും കാലം അവിടെ പട്ടിണിക്കിട്ടിട്ട് എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ, ഒരു ജനതയെ ദ്രോഹിക്കാൻ കഴിയുമോ? ലോകത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, തുല്യതയില്ലാത്ത അത്രയും വലിയ ക്രൂരതകളാണ് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഗസയിൽ ഇസ്രയേൽ നടത്തിയത്. ഹോസ്പിറ്റലുകൾക്ക് നേരെ ആക്രമണം, ഇൻക്യുബേറ്ററിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ ആക്രമണം, എത്ര മൃഗീയമായ രീതിയിൽ, മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൻ്റെ ആ ഭീകരത അത്രത്തോളം വലുതായത് കൊണ്ടാണല്ലോ പലപ്പോഴും ഇത് സഹിക്കാൻ കഴിയാതെ ഇസ്രയേലിൻ്റെ പല പട്ടാളക്കാർ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായത്. അവർ പലരും പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരെ അവസ്ഥയും സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായത് അത്രത്തോളം ആക്രമണം ക്രൂരമായതുകൊണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ഇത്രയും വൻ ശക്തിയായ രാജ്യം, ലോകത്തിലെ ഏറ്റവും എന്താ പറയുക, മറ്റൊരു രാജ്യത്തിന് കീഴിൽ ഇപ്പോഴും കഴിയുന്നൊരു രാജ്യമായ ഗസ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം, ആ ഒരു പ്രദേശത്തെ ചെറിയ പോരാളികളും ഈ വൻ ശക്തിയും കൂടി ഇത്രയും കാലം ഫൈറ്റിംഗ് നടത്തിയിട്ട് ഇതുവരെ ഹമാസിൻ്റെ പോരാളികൾ ഞങ്ങൾ തോറ്റു പിൻവാങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഭൂലോക പരാജയമാണ്. യഥാർത്ഥത്തിൽ ഗസ തകർത്തിട്ടുണ്ട്, ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, പട്ടിണിക്കിട്ടിട്ടുണ്ട്, അവിടെയുള്ള എല്ലാ വീടുകളും തകർത്തിട്ടുണ്ട്, ഹോസ്പിറ്റലൊക്കെ തകർത്തിട്ടുണ്ട്. പക്ഷേ യുദ്ധം ഇസ്രയേൽ വിജയിച്ചിട്ടില്ലല്ലോ. കാരണം 24 മണിക്കൂർ കൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കി, ആ നാട് തകർത്ത്, ഹമാസിൻ്റെ ടണൽ തകർത്ത് ബന്ദികളുമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് ഈ വൻ ശക്തികളുടെയൊക്കെ പിന്തുണയോടുകൂടെ അവിടെ ഇസ്രയേലിനെ സഹായിക്കാൻ ഈ പറഞ്ഞ പല രാജ്യങ്ങളുടെയും സൈനികരും അവരുടെ യുദ്ധ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ 24 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 1.5 വർഷത്തോളം അടുക്കുന്നു ഈ ക്രൂരതകൾ തുടങ്ങിയിട്ട്. എന്നിട്ടും ഇതുവരെ ഇസ്രയേലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഹമാസ് തോൽവി സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ഇസ്രയേലിൻ്റെ വൻ പരാജയം തന്നെയാണ്. അവസാനം ബന്ദികളെ കിട്ടാൻ ഇനി ഹമാസ് പറയുന്ന ഭാഗത്തേക്ക് വരികയല്ലാതെ, അതല്ലെങ്കിൽ മധ്യസ്ഥർ പറയുന്ന വഴിയിലൂടെ പോവുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് ഇസ്രയേൽ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ അവരും ഇതാ വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു. അതിൻ്റെ മുമ്പ് നടന്ന നാടകീയ രംഗങ്ങൾ, ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങളതിന് തയ്യാറാവുന്നില്ല, പിന്നെ ചില മന്ത്രിമാർ അതിന് തയ്യാറാവുന്നില്ല എന്ന് പറയുന്നു. യുദ്ധകാല ക്യാബിനറ്റ് വിളിക്കട്ടെ, ചർച്ച നടത്തട്ടെ. കഴിഞ്ഞ ദിവസം യുദ്ധകാല ക്യാബിനറ്റ് വിളിക്കുന്നു, അതിൽ ഈ ഒരു കരാറിന് അംഗീകാരം നൽകുന്നു, വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് യുദ്ധകാല ക്യാബിനറ്റ് പാസ്സാക്കുന്നു. അതിനുശേഷം സമ്പൂർണ്ണ മന്ത്രിസഭ വിളിച്ചു ചേർക്കുന്നു, അതിലും പാസ്സാവുന്നു. ഏതായാലും നാളെ മുതൽ, ഞായറാഴ്ച മുതൽ ഗസയിൽ സമാധാനം പുലരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇസ്രയേലിനെ വിശ്വസിക്കാനൊന്നും കഴിയില്ല. അവർ ചിലപ്പോൾ അവരെ ബന്ദികൾ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും അവിടെ ആക്രമണം നടത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഏതായാലും സമാധാനം ഉണ്ടാവട്ടെ, സമാധാനം പുലരട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ആഗ്രഹിക്കാം. അള്ളാഹു നല്ലതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.